ഹ്രീംകാര മന്ത്രത്തിൻ്റെ ആ ഭാഗങ്ങളാണ് ഓം ഹ്രീംകാര്यै നമഃ എന്നുള്ള മന്ത്രത്തെ പറ്റിയിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്. ലളിതാ ത്രിശതിയിൽ 80 മുതൽക്ക് 100 വരെയുള്ള നാമങ്ങൾ ഹ്രീംകാര മന്ത്രത്തെ പറ്റിയിട്ടാണ് പ്രതിപാദിക്കുന്നത് എന്ന് പറഞ്ഞു. ആ മന്ത്രങ്ങൾ ഇവയാണ്: ഹ്രീംകാര രൂപ, ഹ്രീംകാര നിലയ, ഹ്രീം പദപ്രിയ, ഹ്രീംകാര ബീജ, ഹ്രീംകാര മന്ത്ര, ഹ്രീംകാര ലക്ഷണ, ഹ്രീംകാര ജപ സുപ്രീത, ഹ്രീംമതി ഹ്രീം വിഭൂഷണ, ഹ്രീം ശീല, ഹ്രീം പദാരാധ്യ, ഹ്രീം ഗർഭ, ഹ്രീം പദാഭിധ, ഹ്രീംകാര വാച്യ, ഹ്രീംകാര പൂജ്യ, ഹ്രീംകാര പീഠിക, ഹ്രീംകാര വേദ്യ, ഹ്രീംകാര ചിന്ത്യ, ഹ്രീം ശരീരിണി എന്നുള്ള 20 മന്ത്രങ്ങളാണ് 80 മുതൽക്ക് 100 വരെയുള്ള ശ്രീ ലളിതാ ത്രിശതിയിലുള്ള നാമങ്ങൾ. ഈ പറഞ്ഞ 20 മന്ത്രങ്ങളുടെ വളരെ സംക്ഷിപ്തമായിട്ടുള്ള അർത്ഥം കാണാം. ഹ്രീംകാര രൂപ എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ മന്ത്രം. ഹ്രീം എന്നുള്ളത് പഞ്ചദശാക്ഷരി മന്ത്രത്തിൻ്റെ 5ാമത്തെ അക്ഷരമാണ്, ബീജാക്ഷരമാണ്. അത് ദേവിയുടെ മറ്റൊരു രൂപമാണ് എന്നാണ് ഹ്രീംകാര രൂപ എന്നുള്ളതിൻ്റെ വളരെ സാമാന്യമായിട്ടുള്ള അർത്ഥം. ഹ്രീംകാര നിലയ ആണ് അടുത്ത മന്ത്രം. നമ്മൾ ഹ്രീംകാരമാണ് ദേവിയുടെ വാസസ്ഥാനം എന്നാണ് ഇതിൻ്റെ അർത്ഥം. നമ്മൾ പകൽ മുഴുവൻ ജോലി സ്ഥലത്തേക്ക് പോകുന്നു, വേറെ എവിടെയെങ്കിലുമൊക്കെ പോകുന്നു. എവിടേക്ക് പോയാലും നമ്മൾ വിശ്രമിക്കുന്നത് നമ്മുടെ വീട്ടിൽ വന്നിട്ടാണ്. നമ്മുടെ വീട്ടിൽ വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും സ്വസ്ഥത തോന്നുന്നത്. അതുപോലെ ദേവിയുടെ വാസസ്ഥാനം എല്ലായ്പ്പോഴും ഹ്രീംകാരമാണ്. ഹ്രീം പദപ്രിയ, അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഈ മന്ത്രം ജപിക്കുന്നവരെ ദേവി ഇഷ്ടപ്പെടുന്നു. ഹ്രീം പദപ്രിയ, ഹ്രീം എന്നുള്ള പദത്തെ ഏറ്റവും ഇഷ്ടപ്പെടുന്നവളാണ് ദേവി. പദം എന്നുള്ള വാക്കിന് വേറൊരു അർത്ഥമുണ്ട്. പരമപദത്തെ പ്രാപിച്ചു എന്നൊക്കെ നമ്മൾ പറയും. എന്നുവെച്ചാൽ ഏറ്റവും മുക്തിയെ പ്രാപിച്ചു, ജീവൻ മുക്തിയെ പ്രാപിച്ചു എന്നൊക്കെ ഉള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഹ്രീം പദം എന്നുള്ളത് മോക്ഷം, അതിനെ ഇഷ്ടപ്പെടുന്നവളാണ് ദേവി. അതിനു വേണ്ടി പ്രയത്നിക്കുന്ന സാധകരെ ഇഷ്ടപ്പെടുന്നവളാണ് ദേവി എന്നൊരർത്ഥം. അടുത്ത മന്ത്രം ഹ്രീംകാര ബീജ എന്നാണ്. വലിയ ആൽവൃക്ഷം ഉണ്ടാവും. അതിൻ്റെ ബീജം കടുകിനേക്കാൾ ചെറുതായിരിക്കും. കടുകിൽ നിന്നാണ് ഇത്രയും വലിയ തടിയും വേരും ശാഖകളും പഴങ്ങളും, എത്രയോ പക്ഷികളൊക്കെ അതിൽ വിശ്രമിക്കുന്നു. അങ്ങനെയുള്ള വലിയൊരു ആൽമരം ഉണ്ടായത്. അതുപോലെ ഈ പ്രപഞ്ചം മുഴുവൻ ഒരു ഹ്രീംകാര ബീജത്തിൽ അന്തർലീനമാണ്. ഹ്രീംകാര ബീജയാണ് ദേവി. ഹ്രീംകാര മന്ത്ര, ഹ്രീം എന്നുള്ളത് ഈ അക്ഷരത്തെ തന്നെ നിരന്തരം ജപിച്ചാൽ തന്നെ മതി. മനനം കൊണ്ട് ത്രാണനം ചെയ്യുന്നതാണ് ഹ്രീംകാരം. ഹ്രീംകാരമാണ് ദേവിയുടെ ലക്ഷണം. നേരത്തെ പറഞ്ഞ മാതിരി ഹ്രീംകാരത്തിൽ ഹ്, ഋ, മ, മ, എന്നുള്ള 4 അക്ഷരങ്ങളുണ്ട്. ബ്രഹ്മാ വിഷ്ണു മഹേശ്വരാദി ത്രിമൂർത്തികളെയും പരാശക്തിയെയും അതുപോലെ സത്വരജസ്തമോ ശുദ്ധസത്വാത്മികമായ ഈ സമസ്ത ചരാചരത്തെയും ഇത് സൂചിപ്പിക്കുന്നു. അങ്ങനെ ദേവിക്ക് എന്തെങ്കിലും ലക്ഷണമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഹ്രീംകാരമാണ് എന്ന് പറയാം. ഹ്രീംകാര ജപ സുപ്രീത, ഏറ്റവും ദേവി ഇഷ്ടപ്പെടുന്നത് ക്രമമായിട്ട് നിഷ്ഠയായിട്ട് ഉപാസന ചെയ്യുന്ന, ഭക്തിയോടുകൂടി ഉപാസിക്കുന്നവരെയാണ്. ഹ്രീംകാര മന്ത്രത്തെ പരാശക്തിയായിട്ട് തന്നെ കണ്ടുകൊണ്ട് ഉപാസിക്കുന്നവരെ ദേവി ഇഷ്ടപ്പെടുന്നു. ഹ്രീം വിഭൂഷണ, നമ്മൾ ഒരാളെ ഇപ്പം നെക്ലസ് ഇട്ട ആൾ അല്ലെങ്കിൽ കുണ്ടല പുരുഷൻ എന്ന് നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ കുണ്ടലം, ചെവികളിൽ കുണ്ടലമുള്ള ആൾ എന്ന് നമ്മൾ പറഞ്ഞാൽ പെട്ടെന്ന് അയാളുടെ രൂപം നമുക്ക് ഓർമ്മയിൽ വരും. ആഭരണം കൊണ്ട് ഈ ആഭരണം അണിഞ്ഞിട്ടുള്ള ആൾ എന്ന് പറയുമ്പോൾ ആഭരണം ധരിച്ചിട്ടുള്ളവൻ എന്നുള്ള ഓർമ്മ നമുക്ക് കിട്ടുന്നു. അതുപോലെ
ഈ പ്രപഞ്ചം മുഴുവൻ ദേവിയുടെ അലങ്കാരമാണ്. ഈ രൂപനാമങ്ങളില്ലാത്ത നാമരൂപ വിവർജിതയായ ദേവി ഈ പ്രപഞ്ചമായിട്ട് പരിണമിച്ചു. ഇതിനെ പരിണാമവാദം എന്നാണ് ശാക്ത സമ്പ്രദായത്തിൽ പറയുന്നത്. ഇത് മുഴുവൻ ഒന്നുമല്ല, ഇത് മുഴുവൻ മായയാണ് എന്ന് പ്രപഞ്ചത്തെ തള്ളിക്കളയുന്നില്ല. ഓരോന്നിനും അതിൻ്റെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദേവി തന്നെ എങ്ങനെ പരിണമിച്ചു എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ് ശാക്തമതത്തിലുള്ളത്. ഹ്രീം വിഭൂഷണ എന്ന് വെച്ചാൽ ഈ ചരാചരം മുഴുവൻ ദേവിയുടെ ആഭരണമാണ്, ഈ ചരാചരമാണ് ദേവി അണിഞ്ഞിരിക്കുന്ന ആഭരണം എന്ന് കാണുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഒന്നിനെയും നമ്മൾ വെറുക്കുന്നില്ല, അതിനെ നമ്മൾ ഉൾക്കൊള്ളാൻ നമുക്കിത് പ്രേരിപ്പിക്കുന്നു. എല്ലാം ദേവീമയം എന്ന് കാണുമ്പോൾ ഹ്രീം ശീല എന്ന് വെച്ചാൽ അടുത്ത മന്ത്രമാണ് ഹ്രീം ശീല എന്ന് പറയുന്നത്. ഇവിടെ ത്രിമൂർത്തികളെയാണ് ഇത് കാണിക്കുന്നത്. സൃഷ്ടി നടക്കുന്നു, സ്ഥിതി നടക്കുന്നു, സംഹാരം നടക്കുന്നു. ഇങ്ങനെ സൃഷ്ടിസ്ഥിതി ലയങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതാണ് ദേവിയുടെ ശീലം. സൃഷ്ടിസ്ഥിതിലയകാരിണി എന്നുള്ളതിനെയാണ് ഹ്രീം ശീല എന്നുള്ള മന്ത്രം സൂചിപ്പിക്കുന്നത്. അടുത്ത മന്ത്രം ഹ്രീം പദാരാധ്യ എന്നാണ്. ഈ ഹ്രീം എന്നുള്ള ഈ മന്ത്രത്തെ നിരന്തരം ജപിച്ചും ഉപാസിച്ചും ചെയ്യുന്നവർക്ക് ആരാധ്യയാണ് ദേവി. ഈ ദേവിയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ മന്ത്രജപം ചെയ്യുന്നത്. ഹ്രീം ഗർഭ എന്നുള്ളതാണ് അടുത്ത മന്ത്രം. ദേവിയുടെ ഉദരത്തിൽ, ദേവിയുടെ കുക്ഷിയിൽ ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ട്. സൃഷ്ടിസ്ഥിതി ലയങ്ങളൊക്കെ ദേവിയാണ് കാരണി. അതുകൊണ്ട് ഹ്രീം ഗർഭ എന്നുള്ള മന്ത്രം ദേവിക്ക് വളരെ അനുയോജ്യമായ മന്ത്രമാണ്. ഹ്രീം പദാഭിധ, ഹ്രീം എന്നുള്ള വാക്കുകൊണ്ട് ആരെയാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ സാക്ഷാത് പരമേശ്വരിയെയാണ് നമ്മൾ വിളിക്കുന്നത്. ഹ്രീംകാര വാച്യയാണ്. ഹ്രീം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ദേവിയാണ്. ഹ്രീംകാര പൂജ്യയാണ്, ഹ്രീംകാരം കൊണ്ട് പൂജിക്കപ്പെടുന്നവളാണ്. ഹ്രീംകാര പീഠിക, ഹ്രീംകാരം എന്നുള്ള പീഠത്തിൽ ഇരിക്കുന്നവളാണ്. ഹ്രീംകാരം കൊണ്ട് ചിന്തിക്കപ്പെടുന്നവളാണ് ദേവി. ഹ്രീംകാര ചിന്ത്യ. ഹ്രീം എന്നുള്ളതാണ് ദേവിയുടെ സ്വരൂപം തന്നെ. ഹ്രീം ശരീരിണി, ഇങ്ങനെ ഹ്രീമാണ് ദേവിയുടെ ശരീരം തന്നെ എന്നൊക്കെ ഈ മന്ത്രങ്ങളുടെ വളരെ സംക്ഷിപ്തമായ അർത്ഥമാണ്. ഹ്രീം ശ്രീം ക്ലീം എന്നൊക്കെ പഞ്ചപ്രണവങ്ങളെന്ന് 5 ബീജാക്ഷരങ്ങളെ പറയും. ഇതിലൂടെയൊക്കെ ഉപാസിക്കപ്പെടുന്നവൾ ശിവശക്തി സ്വരൂപമാണ് ഈ ഹ്രീം എന്നുള്ള മന്ത്രം. ചിത് ജഡ മിശ്രം എന്ന് പറയും. ചിത്തിനെയും ജഡത്തിനെയും യോജിപ്പിക്കുന്നതാണ് ഈ മന്ത്രം. അതുകൊണ്ട് മന്ത്രോപാസനയുടെ പ്രാധാന്യം ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ഹ്രീംകാര്यै നമഃ എന്ന് പറയുന്ന മന്ത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നു. അത്യുത്തമമായ ശ്രീ ലളിതാ സഹസ്രനാമ മന്ത്രങ്ങളുടെ നാമങ്ങളുടെ അർത്ഥം നമ്മൾ കണ്ടു. ഇനിയും ദേവിയുടെ മഹാത്മ്യം, ദേവിയുടെ വൈഭവം നമുക്ക് പിന്നെയുള്ള ഭാഗങ്ങളിൽ കേൾക്കാം.